ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഓണക്കോടി എടുക്കാൻ പോവാണ്. അതെ, അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണം 2024 ആണ് കേട്ടോ. ഞാൻ കുറെ നാളായി ഒരു ലോങ് വീഡിയോ എടുത്തിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നിപ്പം എന്താ പറയാ, ഈ ആഴ്ച ഒത്തിരി സ്പെഷ്യലാണ്, ഓണം വരികയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓണത്തിന് കോടി എടുക്കണം, പിന്നെ ഓണ സദ്യ ഉണ്ടാക്കണം. അപ്പൊ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഓണം 2024 ഒന്ന് ഡോക്യുമെന്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. കാരണം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സംഭവം വരുമ്പോഴല്ലേ നമുക്ക് വ്ലോഗൊക്കെ എടുക്കാൻ തോന്നുക. അപ്പൊ ഫസ്റ്റ് തന്നെ ഓണക്കോടി എടുക്കാൻ പോവാണ്. കുഞ്ഞൂനും എനിക്കുമാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ദുബായിൽ നമ്മളിപ്പോൾ എടുക്കാമെന്ന് വെച്ചാൽ ആകെയുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. ലുലു അല്ലെങ്കിൽ കല്യാൺ സിൽക്സ്, പിന്നെ ഇഹ ഡിസൈൻസ് ഉണ്ട് ദുബായ്. അപ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ ലുലുവും കല്യാൺ സിൽക്സും പോയി നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. എവിടെ നിന്ന് കിട്ടാമെന്ന് വെച്ചാൽ ഷടപടേന്ന് എടുക്കുക വരിക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പിന്നെ എടുക്കുക. ഇവിടെ നമ്മുടെ ചേച്ചിയുണ്ട്, ചേച്ചീനെ കൊണ്ടുപോയിട്ട് എടുക്കാമെന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനും മോനും കൂടെ ഷോപ്പിങ്ങിന് പോവാണ്. ലെറ്റ്സ് ഗോ. അപ്പനെ ഇപ്പൊ കൂട്ടുന്നില്ല, പിന്നെ കൂട്ടാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ ഞങ്ങൾ പോകാൻ പോകുന്നത് ഇഹ ഡിസൈൻസിലോട്ടാണ് കേട്ടോ. പക്ഷെ ഒരു സംഭവം സംഭവിച്ചു. ഇവിടെ കൊച്ചു കഥ കടച്ചപ്പോ ജസ്റ്റ് കൈ പോയി. ഇല്ല കുഞ്ഞു, അതിന്റെ ചെറിയ വിഷമമുണ്ട്. സാരില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ പ്ലാനൊക്കെ മാറി. നമ്മൾ ഫസ്റ്റ് പോയത് ഇഹ ഡിസൈൻസിലോട്ടാണ് കേട്ടോ. അവിടെ പോയിട്ട് ആദ്യം ചെന്നപ്പോൾ തന്നെ കുറേ സാരിയൊക്കെ കണ്ടു. കുർത്ത കളക്ഷൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. ഓൺലൈനായിട്ട് തന്നെ എല്ലാം സെല്ലായെന്നാണ് അവർ പറഞ്ഞത്. ഒരു കുർത്ത ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ക്യാമറ അലൗഡ് അല്ലായിരുന്നു അല്ലേ കുഞ്ഞു? നമുക്ക് അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ആക്ച്വലി ഒരു കുർത്ത ഇട്ട് നോക്കി, അതെനിക്ക് ഭയങ്കര സൈസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഫിറ്റിങ് കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ സാരി എടുത്തു. ഇനി കല്യാൺ സിൽക്സിൽ പോയിട്ട് മോനും എല്ലാം ഉണ്ടോ എന്ന് നോക്കണം. അവിടുന്ന് നേരെ കല്യാൺ സിൽക്സിൽ പോയി. അവിടെ പോയിട്ടും എനിക്ക് പറ്റിയ കുർത്തിയൊന്നും കിട്ടിയില്ല. കാരണം എല്ലാ സൈസ് ഇഷ്യൂസ് ആയിരുന്നു. എക്സൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോന് കുറേ നോക്കി നമ്മൾ. അത്ര പോരാ, നമ്മളൊരു വൈറ്റും ഒരു പിങ്കും ഇതും ഇട്ട് നോക്കി. എനിക്ക് ഇതാണ് കുറച്ച് ബെറ്റർ ആയിട്ട് ഇഷ്ടപ്പെട്ടത്. അയ്യോ, താഴെ പോയി. സോ നൈസ്. പിന്നെ നോക്കണേ, ഇതാണ് എൻ്റെ കുഞ്ഞുവിൻ്റെ ഡ്രസ്സ്. സേ ഹായ്. എണീറ്റ് വന്നടാ, പോസ് ചെയ്യൂ. ഹലോ, ഇപ്പോൾ അടുത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ആൾക്ക് ഓണക്കോടി എടുക്കാൻ പോവുകയാണ്. കുഞ്ഞിൻ്റെ അപ്പയ്ക്ക് ഓണക്കോടി എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷർട്ട് എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പോയി നോക്കാം. ഇപ്പോൾ വൈകിട്ട് 6:20 ഏതെങ്കിലുമൊക്കെ കടയിൽ പോയി നോക്കാം. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാനും ഇങ്ങനെ ഹെൽത്ത് വൈസ് ഒന്നും അത്ര ഓക്കെയല്ല, തൊണ്ടവേദനയൊക്കെ ഉണ്ട് ആക്ച്വലി. ഇങ്ങനെ ഇരുന്ന് മടുത്തിരിക്കുകയാണ്. കുഞ്ഞുവിന് ഹിക്കപ്സും ഉണ്ട്. പോവാന്നാ, ലെറ്റ്സ് ഗോ. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ എനിക്ക് ആരാമത്തിൽ പോകാൻ തോന്നി. എപ്പോഴും ഉള്ളതാണ് കേട്ടോ. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ചായ കുടിക്കാനൊരു ടെൻഡൻസിയാണ്. പിന്നെ ആരാമത്തിൽ കയറി നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അതായത് ചായ, സ്നാക്സൊക്കെ. പത്തിരിയൊക്കെ ഭയങ്കര ഹാർഡായിരുന്നു കേട്ടോ. അവിടുത്തെ ഉണ്ണിയപ്പം അവിടുത്തെ നല്ല അടിപൊളിയാണ്. അത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഇലയട എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ട്രൈ ചെയ്തു. മോന് ഉണ്ണിയപ്പം ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ അവൻ അത് വാങ്ങിച്ചു കൊടുത്തു. ഈ ഫേവറേറ്റ് സാധനം ഒട്ടുമിക്ക ഹോട്ടൽസും ഓണസദ്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓർഡർ ചെയ്യാമെന്ന്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളും പറഞ്ഞു നമുക്ക് ഓർഡർ ചെയ്യാൻ, വെറുതെ എന്തിനാ കഷ്ടപ്പെടുന്നതെന്ന്. അവസാനം ഞങ്ങൾ സദ്യ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അവിടുന്ന് നേരെ ബുർജുമാൻ പോയി. ഹസ്ബൻഡിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുർത്താന്നൊന്നും നോക്കുന്നില്ല, ഷർട്ടോ എന്ത് കിട്ടിയാലും അത് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളെപ്പോലെ അത്രയും ടൈമൊന്നും എടുക്കത്തില്ല. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കണ്ട് ആദ്യം തന്നെ എടുക്കും. പിന്നെ മാക്സിൽ നിന്ന് കിട്ടിയില്ല, നേരെ സെൻറ്റർ പോയിന്റിൽ പോയി. അവിടെ പോയിട്ട് ആദ്യം എടുത്ത ഷർട്ട് തന്നെ ഇഷ്ടപ്പെട്ടു, ഇട്ട് നോക്കിയപ്പോൾ ഫിറ്റിംഗ് ഒക്കെ നല്ലായിരുന്നു. പിന്നെ അത് തന്നെ എടുത്തു. ഒരു ചൈനീസ് കോളറായിരുന്നു. പിന്നെ അതിൽ നടന്ന് നമ്മളിങ്ങനെ കുറേ നോക്കുകയാണ്. നല്ല അടിപൊളി ഡെക്കോർ ഐറ്റംസും പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ കണ്ടു. ഒന്നും വാങ്ങിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കി. നല്ല ഭംഗിയുള്ള കപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുള്ള കപ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഇറങ്ങി ബുർജുമാനിക്കൂടെ ഇങ്ങനെ നടന്നു കുറേ. ആക്ച്വലി ബുർജുമാനിലും ഓണത്തിൻ്റെ ഒരു വൈബൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ കാര്യം പറഞ്ഞാൽ അവിടെ വലിയ കാര്യമായിട്ട് ഓണം റിലേറ്റഡ് തിങ്സ് ഒന്നും ഞാൻ കണ്ടില്ല. ജസ്റ്റ് ഈ ഡെക്കറേഷനും കുറച്ച്. പിന്നെ ഈ മാല, കമ്മൽ അതൊക്കെ ഉണ്ടായിരുന്നു. ഓണത്തിന് സാരിയുടെ ഒഴിയാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരു വള ഞാൻ വാങ്ങിച്ചു. പിന്നെ മിനിസോയിൽ പോയി. മിനിസോയിൽ ആക്ച്വലി ഞാൻ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐബ്രോ പെൻസിൽ വാങ്ങിക്കാനാണ്. നല്ല കിഡുമായിട്ടുള്ള ഐബ്രോ പെൻസിലുണ്ട് അവിടെ. എന്തോ 15 തരം എന്തോ ഉള്ളൂ. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഓണത്തിന് വേണ്ടിയിട്ട് റെഡി ആവുന്നതാണ് കേട്ടോ. ഓണം എന്ന് വെച്ചാൽ ഓണത്തിന് ദിവസമല്ല, ഇത് തലേ ദിവസമാണ്. നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ആവുന്നതാണ് ആക്ച്വലി. കാരണം ഓണത്തിൻ്റെ അന്ന് നമുക്ക് അതിനുള്ള സമയമൊന്നും കിട്ടത്തില്ല. നമുക്ക് നന്നായിട്ട് DSLR-ലൊക്കെ ഫോട്ടോസ് എടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എവറി ടൈം ഒരു മെമ്മറി പോലെ നോക്കാനും അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത് വെക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തലേ ദിവസം എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ നടത്തും. ഫോട്ടോഷൂട്ട് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ സ്റ്റാൻഡ് വയ്ക്കുക, ക്ലിക്ക് ചെയ്യുക, അത് തന്നെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് മുടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അതിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. കുളിച്ചിട്ട് വന്നിട്ട് ജസ്റ്റ് ഒരു പുതിയ സ്റ്റൈലിംഗ് ക്രീം ഞാൻ വാങ്ങിച്ചത് ട്രൈ ചെയ്യുന്നതാണ്.
ചെയ്തതാണ്. കുഴപ്പമില്ല, ജസ്റ്റ് സോഫ്റ്റ് കേൾസ് കിട്ടും, അത്ര ഡിഫൈൻഡ് കേൾസ് ഒന്നും അല്ല. ഞാൻ പ്രോഡക്റ്റ് ഒന്നും പറയുന്നില്ല കേട്ടോ, ഇത് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ജസ്റ്റ് സ്റ്റൈൽ ചെയ്യുകയാണ്. മോനാണെങ്കിൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കിയിരിക്കും ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അങ്ങനെ സാധാരണ പോലെ തന്നെ ഷാമ്പൂ കണ്ടീഷണർ ഉപയോഗിക്കുന്നു. അതിനുശേഷം ഈ ലീവ് ഇൻ ക്രീം വെച്ചിട്ട് സ്ക്രഞ്ച് ചെയ്തിട്ട് അങ്ങനെ ലീവ് ചെയ്യും. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ റെഡിയായി സാരിയൊക്കെ കൊടുത്ത് വന്നു. ഒരു കമ്മലും മാല എടുത്തിട്ടു. ഇത് ഞാൻ ഷീനിയിൽ നിന്ന് വാങ്ങിച്ച മാലയും കമ്മലുമാണ് കേട്ടോ, പെട്ടെന്ന് ഓർഡർ ചെയ്തിട്ട് വരുത്തിയതാണ്. പിന്നെ കയ്യിലിട്ടിരിക്കുന്ന വളയാണ് ഞാൻ ബുർജ്മാനിൽ പോയപ്പോൾ വാങ്ങിച്ചത്. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രൈമർ പോലെ ഹിമാലയയുടെ അലോവേര ജെല്ലിടും. ഇത് നല്ലൊരു അടിപൊളി ജെല്ലാണ് കേട്ടോ, നല്ലൊരു കൂളിംഗ് ഇഫക്റ്റും കിട്ടും. നമ്മൾ പ്രൈമറൊന്നും ഇടേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ഒരു ഫിനിഷിങ് കിട്ടും. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇടുന്നത് ലിപ് ബാമാണ്. ഇത് ലാബെല്ലോയുടെ ലിപ് ബാമാണ്. അത് അപ്ലൈ ചെയ്തു. പിന്നെ ഐബ്രോ വരയ്ക്കുകയാണ്. ആക്ച്വലി എനിക്ക് ഈ ഫോൺ നോക്കിയിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു, അപ്പോൾ ഞാൻ പോയിട്ട് കണ്ണാടി നോക്കിയിട്ട് വരച്ചിട്ട് വന്നു. പിന്നെ സൺസ്ക്രീൻ, നമ്മൾ ഫോട്ടോ എടുക്കാൻ പുറത്തൊക്കെ പോകുന്നതല്ലേ, അപ്പം സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. ഏത് സൺസ്ക്രീനാണെന്ന് ഞാൻ മറന്നുപോയി. അത് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് അതിലുള്ള ഏതുണ്ടെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ലിപ്പ് ലൈനർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ലിപ്സിലും കൂടെ സെയിം ഷെയ്ഡൊന്ന് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ലിപ്പ് ലൈനറിൻ്റെ കളർ ഇഷ്ടമാണ്. ഞാൻ ഓൾറെഡി ഏതൊരു വീഡിയോയിൽ ഇതിൻ്റെ ഷെയ്ഡും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇടാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ്. മാമാർത്തിൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഇടുന്നത്. ഓൾറെഡി ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഇതെൻ്റെ ഷോർട്സിലുണ്ട് ആക്ച്വലി. അത് രണ്ടും കൂടി മിക്സ് ചെയ്തൊരു കളർ വരുത്തി. റെഡ് ഇടണം എന്നായിരുന്നു എനിക്ക്, പിന്നെ ഓൾറെഡി ബ്ലൗസും നല്ല റെഡാണ്, അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ലൈറ്റായിട്ട് ഇടാമെന്ന്. നെക്സ്റ്റ് ഇടാൻ പോകുന്ന ഫൗണ്ടേഷനാണ് കേട്ടോ. ഫൗണ്ടേഷൻ റെയർ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് ഇട്ടെന്ന് പോലും നമുക്ക് തോന്നത്തില്ല, കാരണം അത്രയും സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഒരു ഫിനിഷ് കിട്ടും, നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും. ആദ്യം ഇട്ടിട്ടല്ല, ഇട്ടതിന് ശേഷം കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഫുള്ള് നമ്മുടെ മുഖമായിട്ട് സെറ്റായിട്ട് നമുക്ക് അങ്ങനെ ഒരു മേക്കപ്പ് ഇട്ട് ഒരു ഫീലൊന്നും വരത്തില്ല. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ പോയിട്ട് കണ്ണും എഴുതി, ഐലൈനറും എഴുതി. അതിനുശേഷം എന്താ പറയുക, പൊട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. റെഡ് കളർ പൊട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വയ്ക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മുടെ പൗഡർ ഉണ്ടല്ലോ, എൻചാൻഡറിൻ്റെ പൗഡർ, അതെടുത്തിട്ട് മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി, പിന്നെ ഞാൻ വെറുതെ ഒന്നൊരു പൗഡറി ഫിനിഷ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ, മേക്കപ്പ് ഞാൻ റെഡിയായി കഴിഞ്ഞു. ഇനി കാണാൻ പോകുന്നതാണ് നമ്മളെടുത്ത പിക്ചേഴ്സ്. കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തു. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവാണ്. അന്ന് വൈകിട്ട് മോന് ഭയങ്കര നിർബന്ധം പായസം ഉണ്ടാക്കണം. ഒരു മിക്സ് വാങ്ങിച്ചു നമ്മൾ ലുലുന്ന്, എന്നിട്ട് വൈകിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി പിറ്റേ ദിവസമാണ് ഓണം, അന്നേരം ഡബിൾ ഹോഴ്സിൻ്റെ മിക്സൊക്കെ വാങ്ങിച്ചിട്ട് ചുമ്മാ പാലിലിട്ടിട്ട് നമ്മൾ കുറുക്കിയെടുത്തു. ചെറിയ മധുരം കുറവായിട്ട് തോന്നി, അപ്പോൾ കുറച്ച് ഷുഗറും കൂടി ഇട്ടു. പിന്നെ നട്ട്സൊക്കെ നമ്മൾ നെയ്യിൽ വറുത്തിട്ടു. അത്രേ ഉള്ളൂ. മോൻ എന്താണെന്നറിയില്ല, ഞാൻ ഉണ്ടാക്കുന്ന പായസം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടുത്ത ദിവസമാണിത്, നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് മേലൊക്കെ കഴുകിയിട്ട് വന്നിട്ട് നമ്മൾ ലുലുന്ന് പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പൂ മോൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ അവനെയും കൂട്ടി. അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പൂ ഇടാൻ വേണ്ടിയിട്ട്, കാരണം ഈ പൂ ഇങ്ങനെ പിച്ചി എടുക്കുന്നതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ചെറിയ തട്ടിക്കൂട്ട് പൂക്കളോ ഇട്ടു. ഇത് ഓണത്തിൻ്റെ അന്നെടുത്ത ഫോട്ടോസ്. ഇത് നമ്മുടെ മോനെ നോക്കുന്ന ചേച്ചിയാണ്. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പല പല സമയത്തായിട്ടാണ് അവർ വന്നത്. ഓണസദ്യ ലുലുന്ന് ഓർഡർ ചെയ്തു. നല്ല സദ്യയായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമ്മൾ, എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അങ്ങനെ തിരുവോണം അങ്ങനെ കഴിഞ്ഞു കേട്ടോ, പെട്ടെന്ന് കഴിഞ്ഞു. അന്നത്തെ ദിവസം തന്നെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. പിന്നെ ഞങ്ങൾക്ക് റീൽസ് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയിട്ട് ഒരു ഫ്രണ്ടും ഞാനും കൂടെ ചെറുതായിട്ട് പെട്ടെന്ന് പഠിച്ച് അങ്ങനെ ഒരു തിരുവാതിരയുടെ റീൽസും ചെയ്തു. അതും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഓണം. അപ്പോൾ എല്ലാവരും ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.